അതനുഭവിക്കുന്ന സമയത്ത് അതിന് നേതൃത്വം നൽകാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ചാരിതാർത്ഥ്യവും അഭിമാനവും. ഈ പ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളികൾ തിരഞ്ഞെടുപ്പായിരുന്നു. പ്രത്യേകിച്ചും 10 വർഷത്തെ LDF ഗവൺമെൻറ്റിൻ്റെ ദുർഭരണത്തിനെതിരായി കേരളത്തിലുടനീളം അതിശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം, ഒരു CPM വിരുദ്ധ വികാരം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള പശ്ചാത്തലത്തിലാണ് നാം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 3 മാസം മുമ്പ് നടന്നിട്ടുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കൈവരിക്കാൻ സാധിച്ച വലിയ വിജയമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം. ആ ഫലം ആവർത്തിക്കാൻ സാധിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള കഠിനമായിട്ടുള്ള പ്രയത്നം എല്ലാ നേതൃനിരയിൽപ്പെട്ട പ്രവർത്തകന്മാരും സംഘടിതമായി കേരളത്തിലുടനീളം നടത്തിയിരുന്നു. ഒരു 3 മാസത്തെ തയ്യാറെടുപ്പ് അസംബ്ലി മണ്ഡലം തലത്തിലും അതിന് താഴെയുള്ള പാർട്ടി ഘടകത്തിലും നാം നിശ്ചയിക്കപ്പെട്ടതനുസരിച്ച് പൂർത്തീകരിച്ചിട്ടാണ് നാം തെരഞ്ഞെടുപ്പിലേക്ക് പോയിട്ടുള്ളത്. ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും നമ്മളെ സഹായിക്കാൻ കേരളത്തിന് വെളിയിലുള്ള പാർട്ടിയുടെ കാര്യകർത്താക്കന്മാരുണ്ടായിരുന്നു. എല്ലാവരുടെയും പരിശ്രമത്തിൻ്റെ ഫലമായി കേരളത്തിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റമുണ്ടാക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു. 2024 കേരളത്തിൽ നാം ആരംഭിച്ച ഒരു വലിയ വിജയയാത്ര ഇടയ്ക്കൊരു ഇടർച്ചയും പതർച്ചയും നമുക്കുണ്ടെങ്കിലും ആ വിജയയാത്ര അഭംഗുരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു വലിയ പ്രകടിത രൂപമായിട്ടാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നമ്മുടെ അനുകൂലികളും പ്രതികൂലികളും ഒരേപോലെ കാണുന്നത്. അതുകൊണ്ട് ഈ നേതൃയോഗം ഏറെ നിർണായകമായിട്ടുള്ളതാണ്, ഏറെ പ്രാധാന്യമുള്ളതാണ്. നാം പ്രവർത്തിച്ച മേഖലകളിൽ നമ്മുടെ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും നമ്മുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച്, നമ്മുടെ പെർഫോമൻസിനെ സംബന്ധിച്ച്, നാം തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നേരിട്ട അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ഘടകങ്ങളെ സംബന്ധിച്ച്, പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ നമ്മൾ അർപ്പിച്ചിട്ടുള്ള വലിയ വിശ്വാസവും പ്രതീക്ഷയും അത് പൂർത്തീകരിക്കാനും അത് നിറവേറ്റുവാനാവശ്യമായ രാഷ്ട്രീയവും സംഘടനാപരവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളും തീരുമാനങ്ങളും അതെല്ലാം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. 3 വർഷത്തിനപ്പുറത്ത് 2029 യാത്രയിൽ നാം നേടിയെടുക്കേണ്ട വലിയ നേട്ടങ്ങളെ സംബന്ധിച്ചുള്ള പ്രാഥമികമായിട്ടുള്ള ചർച്ചകളും ആസൂത്രണങ്ങളും തീരുമാനങ്ങളും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് വൈകിട്ട് വരെ നീണ്ടു നിൽക്കുന്ന യോഗത്തിൽ എല്ലാ സഹപ്രവർത്തകന്മാരുടെയും പൂർണ്ണമായിട്ടുള്ള പങ്കാളിത്തവും ഇടപെടലുകളും നമ്മുടെ നിലപാടുകളെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് അഭിപ്രായം രേഖപ്പെടുത്താനും എല്ലാവരുടെയും പങ്കാളിത്തവും സഹകരണവും ഉണ്ടാകണമെന്ന് ആദ്യമേ തന്നെ അഭ്യർത്ഥിക്കുകയാണ്. ഈ യോഗത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ആഹ്ലാദകരമായ ഒരു അനുഭവം, ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആത്മാഭിമാനം ആകാശത്തോളം ഉയർത്തിയ 3 MLA-മാർ ഈ വേദിയിൽ നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളത് നമുക്കേറെ അഭിമാനകരമാണ്. പാർട്ടിയുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി നേമത്തു നിന്നും, മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ മുരളിയേട്ടൻ കഴക്കൂട്ട് നിന്നും, ചാത്തന്നൂരിൽ നിന്ന് ശ്രീ ഗോപകുമാർ സാറും തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അത് കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് ഒരു പുതിയ മാറ്റമാണ് കുറിച്ചിട്ടുള്ളത്. ആ മാറ്റത്തിന് രാഷ്ട്രീയ കേരളമാകെ സാക്ഷ്യം വഹിക്കുകയാണ്. അതുകൊണ്ട് ഈ യോഗത്തിൽ MLA-മാരായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ സംസ്ഥാന നേതൃയോഗത്തിൽ ആദ്യമായി സംബന്ധിക്കുന്ന ഈ 3 MLA-മാരെയും കേരളത്തിലെ ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകന്മാർക്ക് വേണ്ടി ഈ സംസ്ഥാന നേതൃയോഗത്തിലേക്ക് ഏറെ സന്തോഷത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ വേദിയിൽ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ ശ്രീ കുമ്മനം രാജേട്ടൻ, ശ്രീ PK കൃഷ്ണദാസ്, കെ സുരേന്ദ്രൻജി എന്നിവർ വേദിയിലുണ്ട്. അവരെയും ഈ സംസ്ഥാന നേതൃയോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻജി ഈ യോഗത്തിൽ നമ്മളോടൊപ്പമുണ്ട്. ശ്രീ ജോർജ് കുര്യൻജിയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗം ഔപചാരികമായി നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും ദേശീയ നിർവാഹക സമിതി അംഗവും നമുക്ക് എല്ലാവർക്കും ആദരണീയനായ ശ്രീ കുമ്മനം രാജേട്ടനാണ്. അതുകൊണ്ട് ഉദ്ഘാടകൻ എന്ന നിലക്ക് കുമ്മനം രാജേട്ടന് ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. ഈ
യോഗത്തിൽ അധ്യക്ഷത വഹിക്കാൻ വേണ്ടി പാർട്ടിയുടെ ബഹുമാനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ഭട്ടനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ സഹപ്രവർത്തകന്മാർക്കും മാധ്യമ സുഹൃത്തുക്കൾക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. എല്ലാവരും അധ്വാനം ഉണ്ടായിരുന്നു, എല്ലാവരും ഇതിൽ പങ്കെടുത്തു. എല്ലാവർക്കും ഞാൻ പാർട്ടിൻ്റെ പേരിലും എൻ്റെ പേരിലും നന്ദി പറയുന്നു, കൺഗ്രാജുലേഷൻസും ഞാൻ പറയുന്നു. MT രമേശ് പറഞ്ഞ പോലെ ഇതൊരു ഹിസ്റ്റോറിക് ഇലക്ഷൻ ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ 12 മാസമായി അധ്വാനിക്കുന്നതും നമ്മളുടെ ഒരു സ്ട്രാറ്റജിയും ലക്ഷ്യം ഇതൊരു നിർണായകമായ ഇലക്ഷനായിട്ടാണ് നമ്മൾ കണ്ടത്. അതിനുവേണ്ടി അധ്വാനിച്ചു. ഈ 12 മാസം BJP NDA ജയിക്കുന്ന പാർട്ടിയല്ല എന്ന ഒരു പെർസെപ്ഷന് നമ്മൾ കൃത്യമായി മാറ്റിയിട്ടുണ്ട്. അത് മാറിയിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ഗ്രാമപഞ്ചായത്തെല്ലാം പിടിച്ചു കഴിഞ്ഞ് നമ്മൾ ഇന്ന് 3 MLAമാർ അസംബ്ലിൻ്റെ ഉള്ളിൽ 30 ലക്ഷം ജനങ്ങളുടെ സ്വപ്നങ്ങളും ആശയങ്ങളും അവകാശങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ എലക്ട് ചെയ്തു. ഇതാണ് ഈ ഇലക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ്. 30 ലക്ഷം ജനങ്ങളുടെ മാൻഡേറ്റാണ് ഞങ്ങൾ അസംബ്ലിയിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ 1 സീറ്റോ 2 സീറ്റല്ല, അങ്ങനെ കാണണ്ട. 15% മലയാളികൾ തീരുമാനിച്ചു ഒരു മാറ്റം വേണം. ഈ ഇലക്ഷൻ നമ്മൾ ശരിക്കും പരിശോധിച്ചാൽ ഒരു ചരിത്രപരമായ ഇലക്ഷൻ ആയിരുന്നു, അത് കറക്റ്റാണ്. പക്ഷേ ഒരു വലിയ മാറ്റം ആണ് ജനങ്ങൾ ആഗ്രഹിച്ചത്. ആ മാറ്റത്തിൻ്റെ ഒരു മാൻഡേറ്റ് UDFന് കിട്ടി. അത് എങ്ങനെ കിട്ടി അത് ഞാൻ ഇന്ന് ചർച്ച ചെയ്യുന്നില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, അവരൊരു പ്രചരണം, CPM BJPൻ്റെ ഒരു ഡീൽ, FCRA, പിന്നെ അവരെ വാഗ്ദാനങ്ങൾ. ഓക്കെ, അവരത് ചെയ്തു, ജനങ്ങൾ വിശ്വസിച്ചു, അവർക്കൊരു മാൻഡേറ്റ് കിട്ടി. പക്ഷേ നമുക്കൊരു മാൻഡേറ്റ് കിട്ടിയിട്ടുണ്ട്. BJP NDAക്ക് ഒരു നല്ല മാൻഡേറ്റ്, 30 ലക്ഷം വോട്ടിൻ്റെ മാൻഡേറ്റ് ഈ ഇലക്ഷന് കിട്ടിയിട്ടുണ്ട്. 3 MLAമാരും 30 ലക്ഷം ജനങ്ങളുടെ ആവശ്യങ്ങളാണ് ഈ ഇലക്ഷനിൽ BJP NDAക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ NDAക്ക് ഒരു അവസരം ജനങ്ങൾ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ അധ്വാനിക്കണം. ആ ഒരു മാൻഡേറ്റിന് നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. പാർട്ടീൻ്റെ ലക്ഷ്യം അതാണ്. 3 MLAമാരാണ് ഇന്ന്. പ്രധാനമന്ത്രി നമ്മൾ നരേന്ദ്രമോദിജി ബാംഗ്ലൂരിൽ പറഞ്ഞ പോലെ ഇങ്ങനെയാണ് വെസ്റ്റ് ബംഗാളിലും തുടങ്ങിയത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ, മാസങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഈ വോട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് നമ്മളുടെ പൊളിറ്റിക്കൽ മാൻഡേറ്റ് ഇനി എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നത്, അതിനെക്കുറിച്ച് ഇന്നും ചർച്ച ചെയ്യണം. ഈ യോഗം കഴിഞ്ഞിട്ട് ഇനിയും അതിൻ്റെ ചർച്ച നടക്കണം. പക്ഷേ നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അസംബ്ലീൻ്റെ ഉള്ളിലും അസംബ്ലീൻ്റെ പുറത്തും ഒരു പൊളിറ്റിക്കൽ അജണ്ട സെറ്റ് ചെയ്ത് നമ്മളുടെ പൊളിറ്റിക്കൽ ഫുട്പ്രിൻറ്റ്, രാഷ്ട്രീയ ഫുട്പ്രിൻറ്റ് എക്സ്പാൻഡ് ചെയ്യണം. ഇതാണ് പാർട്ടീൻ്റെ ലക്ഷ്യം. അപ്പോൾ ആ പൊളിറ്റിക്കൽ അജണ്ട എന്താണ്, അത് ഞാൻ അതിനെക്കുറിച്ച് 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. അതിന് മുമ്പ് ഈ ഇലക്ഷനെ കുറിച്ച് ചില കാര്യങ്ങൾ, എൻ്റെ ഒരു അഭിപ്രായം, ഞാൻ കണ്ടു മനസ്സിലാക്കിയ കുറേ കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഈ വരാൻ പോകുന്ന 5 കൊല്ലം ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി, അവസരമാണ് BJP NDAക്ക് നമ്മളെ വോട്ട് വർദ്ധിക്കാനും വോട്ട് ഷെയറും പൊളിറ്റിക്കൽ ഫുട്പ്രിൻറ്റ് വർദ്ധിക്കാൻ. അതിൻ്റെ കാരണം എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ, CPM LDFന് ഇനി ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്തിന് ഇനി മാൻഡേറ്റ് കിട്ടില്ല. അത് എന്തുകൊണ്ട് ഞാനിങ്ങനെ ഇത്ര ഒരു കോൺഫിഡൻസ് കൊണ്ട് പറയുന്നു? 2014 UPA സർക്കാർ 10 കൊല്ലം ഭരിച്ച് നാടിനെ നശിപ്പിച്ചപ്പോൾ
ജനങ്ങൾ തീരുമാനിച്ചത് എന്താണ്? ഇന്ത്യൻ ജനങ്ങൾ ഇനി കോൺഗ്രസിന് ഇവിടെ കൊണ്ടുവരരുത്. അവരുടെ പ്രീണനം, അവരുടെ അഴിമതി ഇനി നമുക്ക് ഈ ഇന്ത്യയിൽ ആവശ്യമില്ല. അതുകൊണ്ടാണ് 14 മുതൽ 14, 19, 24 ബീഹാർ, മഹാരാഷ്ട്ര, ആസാം, എത്രയോ രാജ്യത്ത് നമുക്ക് കിട്ടുന്ന മാൻഡേറ്റ്, പ്രോ ഇൻകംബൻസി മാൻഡേറ്റും ആൻറ്റി കോൺഗ്രസ് മാൻഡേറ്റ് കൃത്യമായി നമുക്ക് മനസ്സിലാക്കുന്നു. അപ്പോൾ 10 കൊല്ലം അവർ നശിപ്പിച്ചു. ജനങ്ങൾ തീരുമാനിച്ചു ഇനി കോൺഗ്രസ് ഞങ്ങളുടെ ഒരു ഓൾട്ടർനേറ്റീവ് അല്ല. കോൺഗ്രസ്സിന് സർക്കാർ ഉണ്ടാക്കാൻ പാടില്ല, സർക്കാർ കൊണ്ടുവരാൻ പാടില്ല. 3 ഇലക്ഷൻ സൈക്കിൾ കഴിഞ്ഞിട്ടും കോൺഗ്രസ്സിന് ഇന്ത്യ ഭരിക്കാൻ ജനങ്ങൾ അവസരം കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ 10 കൊല്ലം CPM ഭരിച്ചു, നശിപ്പിച്ചു. അതിനെക്കുറിച്ച് അസംബ്ലിയിൽ MLA-മാർ കുറേ കാര്യങ്ങൾ മുമ്പോട്ട് വയ്ക്കും. ഇനി CPM ഭരിക്കുന്ന സാധ്യത ഒരു മൊട്ട പൂജ്യമാണെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. പക്ഷേ ആ സ്പേസ്, ആ പൊളിറ്റിക്കൽ സ്പേസ് പിടിക്കേണ്ടത് BJP NDA ആണ്. ഇത് കൃത്യമായി മനസ്സിലാക്കണം. പക്ഷേ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ കയ്യിൽ നിന്നും വരില്ല. അതിനുവേണ്ടി അടുത്ത വരുന്ന കാലങ്ങൾ, മാസങ്ങൾ അധ്വാനിക്കണം. അതിനൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഉണ്ടാക്കണം. ലോക്കൽ ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്യണം. ലോക്കൽ ഇഷ്യൂസ് പിടിക്കണം. ഈ ഇലക്ഷനിൽ ഒരു ഉദാഹരണമായിട്ട് പറയാണ്, ഞാൻ ആരെതിരെ നെഗറ്റീവായിട്ട് പറയുന്നില്ല. 2 MLA-മാരെ നിങ്ങൾ നോക്കിയാൽ, ചാത്തന്നൂർ ഗോകുമാർജി അവിടെ ഇരുന്ന് കൊല്ലായിട്ട് പ്രവർത്തിച്ച് ജനങ്ങളുടെ വിശ്വാസം നേടിയ ഒരു വ്യക്തിയാണ്. അത് നമ്മൾ പഠിക്കണം. മുരളിയേട്ടൻ എത്ര കൊല്ലമായി അവിടെ സിൻസിയർലി പ്രവർത്തിക്കുന്ന ഒരു ലീഡറാണ്. അപ്പം ലോക്കൽ ലീഡർഷിപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. നമ്മൾ ലോക്കൽ ലീഡേഴ്സായിട്ട് മാറണം. ലോക്കൽ ഇഷ്യൂസ് പിടിക്കണം. നമ്മളുടെ ഫേസ്ബുക്കിൽ ഇറാഖ്, ഇറാന്, അമേരിക്ക, രാഹുൽ ഗാന്ധി, നാഷണൽ ഇഷ്യൂസ് മാത്രം പറഞ്ഞു നടന്നാൽ നമ്മൾ ലോക്കൽ ലീഡേഴ്സ് ആവാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ലോക്കൽ ലീഡർഷിപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്താൽ, ലോക്കൽ ലീഡേഴ്സായിട്ട് നമ്മൾ മാറിയാൽ ഈ CPM-ൻ്റെ സ്പേസ് നമുക്ക് പിടിക്കാൻ കഴിയും. അത് പിടിക്കണം. അതാണ് പാർട്ടീൻ്റെ ലക്ഷ്യം. പിന്നെ UPA ചെയ്ത പോലെ തന്നെ ഈ സർക്കാരും VD സതീശൻ്റെ സർക്കാർ ചെയ്യും. കാരണം തുടങ്ങിയല്ലോ, ജമാഅത്തും മുസ്ലിം ലീഗാണ് തീരുമാനിക്കുന്നത് ആരാണ് മുഖ്യമന്ത്രി. അഴിമതി ഇവിടെ നടക്കും മാത്രമല്ല, അവരൊരു കോമ്പറ്റീഷനിലായിട്ട് നടക്കും. കർണാടകനേക്കാളും കൂടുതൽ, തെലങ്കാനയേക്കാൾ കൂടുതൽ കോൺഗ്രസ് എവിടെ ഭരിക്കുന്നു അഴിമതി ഒപ്പം പോകുന്നു. ഇതാണ് ഫാക്റ്റ്. ഇത് നമുക്കൊരു അവസരമാണ്. ഇത് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യണം. ഇതിനു വേണ്ടി പ്രവർത്തിക്കണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, രാഷ്ട്രീയമാണ് നമ്മളുടെ പ്രയോറിറ്റി. പാടില്ല. നമ്മൾ വികസനം എന്ന് പറയുമ്പോൾ പാലം, കെട്ടിടം, റെയിൽവേ, ഹൈവേ അല്ല ഞങ്ങളുടെ വികസനം. വികസനം എന്ന് പറഞ്ഞാൽ ഏറ്റവും പാവപ്പെട്ട മലയാളികൾക്ക് വികസനത്തിൻ്റെ ഗുണം കിട്ടണം എന്നാണ് വികസിത കേരളം. അപ്പോൾ അന്ത്യോദയ എന്ന് പറഞ്ഞ ആ കോൺസെപ്റ്റാണ് വികസിത കേരളം. അന്ത്യോദയയിലും വികസിത കേരളത്തിലും ഒരു വ്യത്യാസവുമില്ല. ആ വികസിത കേരളത്തിന് വേണ്ടിയിട്ട് ആണ് അടുത്ത 5 കൊല്ലം BJP NDA ശക്തമായി ഈ UDF സർക്കാരിൻ്റെ ഭരണ സമയത്ത് ഞങ്ങൾ പോയി പ്രവർത്തിക്കാൻ വന്നു. ഞങ്ങളുടെ എജൻഡ എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ 10 പോയിന്റ്, ജനറലായിട്ട് 10 പോയിന്റ് പറയുന്നു. അത് നിങ്ങൾ റെസൊല്യൂഷനിൽ പാസ്സാക്കിയാൽ നമുക്കെല്ലാവർക്കും ഒരു ക്ലാരിറ്റി കിട്ടും. ഒന്ന്, ഈ സംസ്ഥാനത്തിൻ്റെ ഫൈനാൻസസ്, പബ്ലിക് ഫൈനാൻസസ്
പൊളിഞ്ഞു കിടക്കുന്ന സ്ഥിതിയാണ്. കടം, പലിശ, വികസനത്തിന് കാശില്ല, ആരോഗ്യം, വിദ്യാഭ്യാസ മേഖലയ്ക്ക് കാശില്ല. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ. ഈ സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് അത് ശരിയാക്കാൻ. രണ്ടാമത്തത്, വാഗ്ദാനം കൊടുത്ത് ജയിച്ച ഈ കോൺഗ്രസ് പാർട്ടി UDF വാക്ക് പാലിക്കണം. അത് ഞങ്ങൾ ചെയ്യിപ്പിക്കും. നിങ്ങൾ ചെയ്യാൻ ഒളിച്ചു പോകാൻ ശ്രമിച്ചാൽ, കർണാടകയിലും തെലങ്കാനയിലും ചെയ്ത പോലെ ഇവിടെ ആ ഒരു തന്ത്രം നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ ഞങ്ങളത് സമ്മതിക്കില്ല. മൂന്നാമത്തത്, BJP NDA ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ സഹായം ഈ സർക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണ്. പക്ഷേ ഇവിടെ കറപ്ഷൻ ഫ്രീ, ഫെയർ, ട്രാൻസ്പെറൻറ്റ് ഭരണശൈലി നടപ്പിലാക്കണം. അതൊരു കണ്ടീഷനാണ്. എല്ലാ ലോക്കൽ ബോഡീസും, എല്ലാ പഞ്ചായത്തും, മുനിസിപ്പാലിറ്റിയും, കോർപ്പറേഷനും ഈ സർക്കാരിൻ്റെ ഫണ്ട്സ് കൊടുത്തില്ലെങ്കിൽ ഞങ്ങളും സെൻട്രൽ ഗവൺമെൻറ്റോട് പറയും ഇവരെ സഹായിക്കരുത്. നാലാമത്തത്, ഈ നാട്ടിൽ വലിയ ഇക്കണോമിക് ഡിസ്പാരിറ്റീസ് ഉണ്ട്. ചില സമുദായങ്ങൾ, ഹിന്ദു സമുദായങ്ങളാണ് ഏറ്റവും പാവപ്പെട്ട കമ്മ്യൂണിറ്റീസ്. ഈ ഇക്കണോമിക് ഡിസ്പാരിറ്റീനെ പരിഹരിക്കണം. SC, ST, OBC സമുദായങ്ങൾ ഇന്നും 70-75 കൊല്ലം ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ട് ഇന്നും അവർക്ക് ബേസിക് സർവീസസ് കിട്ടുന്നില്ല. വീട്, കുടിവെള്ളം, ഹെൽത്ത് ഇൻഷുറൻസ്, വിദ്യാഭ്യാസം, ഇതെല്ലാം ചെയ്യണം. ഇതാണ് മാറ്റം. ഞങ്ങൾ വാഗ്ദാനം കൊടുത്ത മാറ്റവും ഞങ്ങളുടെ വികസിത കേരളം കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ് ഇതാണ് പൊളിറ്റിക്കൽ അജണ്ട. അഞ്ചാമത്തത്, ഇതൊരു കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ ആണെന്ന് സുരേഷ് ഇന്ന് പറഞ്ഞു. പക്ഷേ ഇത് ചർച്ച ചെയ്യേണ്ട ഇഷ്യൂ ആണ്. ഞങ്ങളുടെ പൊളിറ്റിക്കൽ അജണ്ടയാണ്. റിലീജിയസ് റിസർവേഷൻ ഞങ്ങൾ അതിന് ഒപ്പോസ് ചെയ്യും. റിസർവേഷൻ എന്ന് പറഞ്ഞാൽ SC, ST, OBC സമുദായത്തിന് മാത്രമാണ്. ഇതിനെ റിലീജിയസ് റിസർവേഷൻ ആക്കാൻ ശ്രമിച്ചാൽ BJP NDA അതിൻ്റെ എതിരെ പ്രതിഷേധിക്കും. ഏത് ലെവൽ വേണമെങ്കിലും ഞങ്ങൾ പോകാൻ തയ്യാറാണ്. പിന്നെ ജസ്റ്റിസ് ഫോർ ഓൾ, അപ്പീസ്മെൻറ്റ് ഓഫ് നൺ, ഇതിൽ ഒരു കോംപ്രമൈസ് ഞങ്ങൾ സമ്മതിക്കില്ല. ഭരണഘടനേൻ്റെ പേരിൽ ഓത്തെടുക്കുന്ന MLA മാരും സർക്കാർ, മുസ്ലിം ലീഗോ ജമാഅത്തെ ഇസ്ലാമീൻ്റെ പ്രഷറിൽ എന്തെങ്കിലും ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ, ഒരു സമുദായത്തിന് ഫേവർ ചെയ്യാൻ ശ്രമിച്ചാൽ BJP NDA അത് സമ്മതിക്കില്ല. കറപ്ഷൻ, അഴിമതി, ഭരണത്തിൽ കറപ്ഷൻ ഉണ്ടാവാൻ പാടില്ല. അഴിമതി ഒരു ടാക്സാണ്. പാവങ്ങളുടെ തലയിൽ ഒരു മറ്റൊരു ടാക്സാണ്. കറപ്ഷൻ ടാക്സാണ്. ഓരോരോ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികൾ ആനലൈസ് ചെയ്ത് അതിൽ ലീക്കേജും കറപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ എക്സ്പോസ് ചെയ്യും. അസംബ്ലീൻ്റെ ഉള്ളിലും അസംബ്ലീന് പുറത്തും അതിന് ഞങ്ങളൊരു ടീം ഉണ്ടാക്കുന്നുണ്ട്. അത് BJPൻ്റെ ഒരു പൊളിറ്റിക്കൽ അജണ്ട ആയിട്ട് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു. പിന്നെ നമ്മുടെ കുട്ടികൾക്ക് തൊഴിൽ, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻറ്റ് ഇഷ്യൂ ആണ്. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് റീസ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ സ്കൂൾ, കോളേജസ്, എഡ്യൂക്കേഷൻ, അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സർക്കാർ ചെയ്യണം. നമ്മളുടെ കുട്ടികൾ റാഡിക്കലൈസേഷൻ, ഇസ്ലാം റാഡിക്കലൈസേഷൻ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഡ്രഗ് ഫ്രീ കേരളം ആണ് ജനങ്ങളുടെ ആവശ്യം. അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് ചെയ്യിപ്പിക്കാനാണ് ഞങ്ങളുടെ പൊളിറ്റിക്കൽ അജണ്ട. പിന്നെ അവസാനം, രാഷ്ട്രീയ സംസ്കാരം വിവാദത്തിൽ നിന്ന് മാറ്റി
വികസനത്തിലേക്ക് മാറ്റേണ്ടത് BJPൻ്റെ പൊളിറ്റിക്കൽ അജണ്ടയാണ്. പൊളിറ്റിക്കൽ കൾച്ചർ അസംബ്ലിൻ്റെ ഉള്ളിലും പുറത്തും മാനുഫാക്ചർഡ് കോൺട്രവേഴ്സീസ് ഉണ്ടാക്കി ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്ന പകരം ഒരു ചർച്ച, നാടിൻ്റെ ഭാവി, ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരം, ഇത് ഞങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്നു. ഇത് ഞങ്ങളുടെ പൊളിറ്റിക്കൽ അജണ്ടയുടെ വലിയ ഭാഗമായി ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും. അപ്പോൾ ഇത് ആണ് BJPൻ്റെ പൊളിറ്റിക്കൽ അജണ്ട, BJP NDAൻ്റെ പൊളിറ്റിക്കൽ അജണ്ട. ഇത് ഇന്ന് ചർച്ച ചെയ്യുക, ഇതിനെക്കുറിച്ച് അഭിപ്രായം ഉണ്ടെങ്കിൽ എല്ലാവരെയും അഭിപ്രായം പറയുക. ഈ യോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗോൾ അല്ലെങ്കിൽ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ MT രമേശ് പറഞ്ഞ പോലെ പാർട്ടി ഇനി മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം കേൾക്കാനാണ്. എന്താണ് പാർട്ടി ചെയ്യേണ്ടത്, എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ ജില്ലയിൽ എന്ത് മാറ്റം കൊണ്ടുവരും. അപ്പോൾ അഭിപ്രായം കേൾക്കാനാണ്. ഇത് ഓപ്പണായിട്ട് എല്ലാവരും സംസാരിക്കുക, ഫോർമലായിട്ടല്ല, ഇത് ഇൻഫോർമലായിട്ട് അങ്ങനെ ഒരു ചർച്ച ആയിട്ട് കണ്ടാൽ മതി. ആരും നിങ്ങൾ എന്ത് പറഞ്ഞാലും അങ്ങനെ ആരും അതിൻ്റെ എതിരെ പറയാൻ ആർക്കും ഞാൻ ഓപ്പർച്യൂണിറ്റി കൊടുക്കില്ല. എന്താണ് മനസ്സിൽ, എന്താണ് ശ്രീ കുമ്മനം രാജേട്ടൻ. ബഹുമാനപ്പെട്ട നമ്മുടെ സമാദരണീയനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരായ നമ്മുടെ നേതാക്കന്മാർ, പ്രതിനിധികളായി ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ കാര്യകർത്താക്കൾ, എല്ലാവർക്കും വളരെ വിനീതമായ നമസ്കാരം. വളരെ അഭിമാനകരമായ ഉജ്ജ്വലമായ ഒരു നേട്ടം കൈവരിച്ച ഒരു മാനസികാവസ്ഥയിൽ വരുംകാലങ്ങളിൽ എന്തെല്ലാം ചെയ്യണമെന്നുള്ളതിനെപ്പറ്റി പര്യാലോചിച്ച് കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകാനാണ് നമ്മളിവിടെ ഇന്ന് കൂടിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ 3 നിയോജക മണ്ഡലങ്ങളിൽ ഉജ്ജ്വലമായ വിജയം കൈവരിച്ച് അവിടെയെല്ലാം വിജയ വൈജയന്തി പാറി പറപ്പിച്ച നമ്മുടെ MLAമാർ 3 പേർക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ കരങ്ങളിലാണ്. കാരണം LDFനെയും UDFനെയും കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ്. അവരെത്രത്തോളം എവിടം വരെ പോകും, എന്തെല്ലാമായിരിക്കും ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെപ്പറ്റി വളരെ വ്യക്തമായ ബോധ്യം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം 10 വർഷക്കാലം ഭരിച്ച LDF കേരളത്തെ പിന്നോട്ടേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയി. ഒരു രംഗത്തും ഒരു മാറ്റവും പുരോഗതിയും വികസനവും കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞില്ല. വളരെയേറെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും സഹിക്കേണ്ടി വന്ന കാലയളവാണ് കഴിഞ്ഞ 10 വർഷം എന്ന് പറയുന്നത്. വ്യവസായം, വാണിജ്യം, വ്യാപാരം,
കൃഷി, ആരോഗ്യം, എല്ലാ മേഖലകളിലും അസ്വസ്ഥതയും തളർച്ചയും തകർച്ചയുമാണ് കാണാൻ കഴിഞ്ഞത്. അതിലെല്ലാം ഈ നാട്ടിലെ ജനങ്ങൾക്ക് അതിയായ ഉത്കണ്ഠയുണ്ട്, അമർഷമുണ്ട്, പ്രതിഷേധമുണ്ട്. പക്ഷേ ആ LDF സർക്കാരിനോട് ഏറ്റുമുട്ടിക്കൊണ്ട് ഒരു ബദൽ എന്ത് ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൊണ്ടുവരാൻ കഴിയുമെന്നും ജനങ്ങൾക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുക്കാൻ കഴിഞ്ഞ മുന്നണി അത് NDA തന്നെയാണ്. അതുകൊണ്ടാണ് 3 പേർക്ക് ജയിക്കാൻ കഴിഞ്ഞത്. പല നിയോജക മണ്ഡലങ്ങളിലും നമ്മുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ സാധിച്ചു. LDFന് 7% വോട്ട് കുറഞ്ഞു, UDFന് 7% കൂടി. പക്ഷേ ഈ LDFൻ്റെ ദയനീയമായ തകർച്ച സംഭവിക്കുമ്പോഴും നമുക്ക് 2% വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. നമുക്കറിയാം, BJP ഒരു കാലത്ത് ലോക്സഭയിൽ വെറും 2 അംഗങ്ങളുമായിട്ടാണ് പ്രവേശനം നടത്തിയത്. ആ 2 അംഗങ്ങൾ ലോക്സഭയിൽ MP-മാർ അവർ നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ, നീതിക്ക് വേണ്ടി, ജനങ്ങളുടെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി അവർ നടത്തിയ നീക്കങ്ങൾ എല്ലാം ജനങ്ങളുടെ ഹൃദയങ്ങളെ സ്വാധീനിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവിടെ നിന്നും നമ്മുടെ വിജയത്തിൻ്റെ തേരോട്ടം ഇന്ന് നരേന്ദ്രമോദി സർക്കാരിൽ വന്ന് നിൽക്കുന്നു. ബംഗാളിലും 3 MLA-മാരെ വിജയിപ്പിച്ചുകൊണ്ടാണ് അവിടുത്തെ നിയമസഭയിലും നമ്മുടെ BJPയുടെ പ്രതിനിധികൾ ജനങ്ങളെ പ്രതിനിധീകരിച്ചത്. അവിടെ നിന്നും നമുക്ക് ഉയരാൻ കഴിഞ്ഞു. ഇന്ന് ഭാരതത്തിൽ 29 സംസ്ഥാനങ്ങളിൽ, ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും ഇന്ന് നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭരണം പിടിച്ചെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഈ കേരളത്തിലും അത് സാധ്യമാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ജനങ്ങളെന്നും ജനങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവരോടൊപ്പമാണ്. ജനങ്ങൾക്ക് എന്ത് പ്രയോജനമുണ്ട് എന്നാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. LDF കൊണ്ട് UDF കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല എന്ന് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടായിരിക്കെ ഭാരതീയ ജനതാ പാർട്ടി തങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിലൂടെ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ വരും കാലങ്ങളിൽ അത്യധ്വാനത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും നാടുകളാക്കി മാറ്റിയാൽ തീർച്ചയായും ജനഹൃദയങ്ങളെ നമുക്ക് സ്വാധീനിക്കാൻ കഴിയും. കാരണം ഇവിടെ സാമൂഹ്യ നീതി ഒരു സമൂഹത്തിനും ലഭിച്ചിട്ടില്ല. പട്ടികജാതി പട്ടികവർഗ സമൂഹം, അവർക്കൊന്നും യാതൊരു വിധത്തിലും ഒരു മേന്മയും ഉണ്ടാക്കാൻ ഈ കഴിഞ്ഞ നാളുകൾ അത്രയും കഴിഞ്ഞിട്ടില്ല. ഭൂമിയില്ലാത്തവർക്ക് ഇന്നേ വരെ ഭൂമി കിട്ടിയിട്ടില്ല. വീടില്ലാത്തവർക്ക് വീട് ലഭിച്ചിട്ടില്ല. മിച്ചഭൂമി ഈ നാട്ടിലെ പാവങ്ങൾക്ക് വിതരണം ചെയ്യണം എന്ന് ആവശ്യം ഉയരുന്നുണ്ടെങ്കിലും വളരെ മർമ്മപ്രധാനമായ ആ പ്രശ്നം ഇന്ന് പരിഹരിക്കാൻ ഒരു സർക്കാരിനും കഴിഞ്ഞ 70 വർഷമായി കഴിഞ്ഞിട്ടില്ല. പാട്ടക്കാലാവധി കഴിഞ്ഞ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി കിടക്കുമ്പോഴും ഇവിടെ വീടില്ലാതെയും ഭൂമിയില്ലാതെയും കഷ്ടപ്പെടുന്ന, വേദനിക്കുന്ന എത്രയെത്രയോ സഹോദരങ്ങൾ ഈ കേരളത്തിലുണ്ട്. അവർക്ക് വേണ്ടി വാദിക്കാൻ, ശബ്ദിക്കാൻ, അവരുടെ ജീവൽ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, പ്രക്ഷോഭങ്ങൾ നയിക്കാൻ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ കഴിയൂ. ഇല്ലാത്തവരുടെയും കഷ്ടപ്പെടുന്നവരുടെയും വേദനിക്കുന്നവരുടെയും ഹൃദയങ്ങളെ തൊട്ട് അറിഞ്ഞ് അവരുടെ കണ്ണുനീർ തുടയ്ക്കാനുള്ള മനുഷ്യത്വപരമായ സമീപനം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് മാത്രമേ ഇനി ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം വളർന്ന് വികസിച്ച് പടർന്ന് പന്തലിച്ചത് വർഗീയതയാണ്, മതവിവേചനമാണ്. കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ മുഴുവൻ സർക്കാരിൻ്റെ കൈപ്പിടിയിലൊതുക്കി അവിടെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതികൾ നടത്തുമ്പോൾ ഈ ആരാധനാലയങ്ങളുടെ മുഴുവൻ പണം എടുത്ത് കൈയിട്ട് വാരി സ്വന്തം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി വിനിയോഗിക്കുമ്പോൾ അതിൽ അമർഷമുള്ള ഒരു വലിയ വിഭാഗം ജനത നമ്മുടെ നാട്ടിലുണ്ട്. ഇന്നും മതസ്വാതന്ത്ര്യം അത് കാണിച്ചു കൊടുക്കാനുള്ളതാണ്, ജീവിതത്തിൽ അത് കാട്ടിക്കൊടുക്കാനുള്ളതാണ്. പക്ഷേ
മതേതരത്വത്തിൻ്റെ പേര് പറഞ്ഞ് മതവിവേചനം കാട്ടി വർഗീയത വളർത്തി എല്ലാ വിധത്തിലും മതവിദ്വേഷമുണ്ടാക്കി തീവ്രവാദ ശക്തികൾക്ക് മുഴുവൻ ഇവിടെ വിളയാടാൻ അവസരവും അനുവാദവും നൽകിയ LDFും UDFും നമ്മുടെ കേരളത്തിൽ എങ്ങനെയുള്ളവരാണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കേണ്ട ബാധ്യത ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് വലിയൊരു ഉത്തരവാദിത്തമാണ് നമ്മൾ മുന്നിലുള്ളത്. ഈ കേരളത്തിൽ വലിയൊരു സമഗ്രമായ സമൂലമായ സാമൂഹ്യ പരിവർത്തനമാണ് ഉണ്ടാകേണ്ടത്. എല്ലാ രംഗത്തും പരിവർത്തനം ഉണ്ടാകണം. മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിന് വില കൽപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകണം. ഇവിടെ അഴിമതി രാഷ്ട്രീയം, പക്ഷപാത രാഷ്ട്രീയം, ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സർഗാത്മകമായ, ഒരു രചനാത്മകമായ, സൃഷ്ടിപരമായ ഒരു രാഷ്ട്രീയമാണ് നമുക്കുണ്ടാകേണ്ടത്. അത് കാട്ടിക്കൊടുക്കാൻ ആശയത്തിൻ്റെയും ആദർശത്തിൻ്റെയും ഒരു രാഷ്ട്രീയം കാട്ടിക്കൊടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ കഴിയൂ. അത് വലിയൊരു ഉത്തരവാദിത്തമാണ്. വരും നാളുകളിൽ ജനങ്ങളിലേക്ക് കടന്നിറങ്ങിച്ചെന്ന് ഓരോ ബൂത്തുകളിലും ചെന്നു ബൂത്ത് കമ്മിറ്റികൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഒരു ജനങ്ങളെ മുഴുവൻ ഈ ഹരിത കുങ്കുമ പതാകയ്ക്ക് കീഴിൽ അണിനിരത്തിക്കൊണ്ട് വലിയൊരു മുന്നേറ്റം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയരാനും സംഘടനയെ ശക്തിപ്പെടുത്താനും നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ സമ്മേളനം ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. മാധ്യമ സുഹൃത്തുക്കൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഉദ്ഘാടന സെഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാ മാധ്യമ അപ്പോൾ അത് കഴിഞ്ഞു. ക്ഷമിക്കണം. നമ്മുടെ MLA-മാർക്ക് സ്വീകരണം പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന് വേണ്ടി ഉള്ള സ്വീകരണമാണ്. ആദ്യമായി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ MLA-ക്ക് സ്വീകരണം നൽകുന്നതിനായി ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ MP ശ്രീ സദാനന്ദം മാഷെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കസേര പോരട്ടെ.